പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 15-ാം തീയതി, ഹല്ലേലൂയ, ആമേൻ ആമേൻ ആമേൻ, ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതിന്, ആമേൻ, അതിശയമായി നടത്തുന്നതിന്, ശ്രേഷ്ഠമായി നടത്തുന്നതിന് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറയാം. കർത്താവ്, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഈ പകൽക്കാലം കർത്താവ് കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. യഹോവ എൽഷദായിയായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. യഹോവ, ആമേൻ, നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം. അങ്ങ് അത്ഭുതവാനായി ഞങ്ങളുടെ കൂടെ ഉള്ളതിന് നന്ദി പറയും. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. നാളുകളായി ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ. ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. ആമേൻ ആമേൻ. ഇടിപ്പ് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഹിപ്പ് ജോയിൻറ്റിന് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ആമേൻ. ഹിപ്പിൻ്റെ ജോയിൻറ്റ് ഭാഗത്ത് വേദന വന്നിട്ട് നടക്കുവാൻ പ്രയാസം അനുഭവിക്കുന്നവർ, ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ, ആമേൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ, ഉണങ്ങാതിരിക്കുന്ന മുറിവുകൾ, ആമേൻ, ബ്ലഡ് സോറുകൾ, അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് അത് ഉണങ്ങാതിരിക്കുന്നത്, ഡയബറ്റീസ് മുഖാന്തരം ഹീലാകാതിരിക്കുന്നത് ഇന്ന് പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാലുകളും കൈകളും ഒക്കെ മുറിവുകൾ സൗഖ്യമാകട്ടെ. പുറത്തുള്ള മുറിവുകൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. അകാരണമായ മുടികൊഴിച്ചിലിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടന്നിരിക്കുന്നതിന് നന്ദി. ദൈവമഹത്വം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. ആമേൻ. അത്ഭുതകരമായ ജോലി ലഭിക്കണം. കർത്താവ് വാതിൽ തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് തുറക്കുന്ന വാതിലിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ വാതിൽ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത്ഭുതകരമായ വാതിലിനെ കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ. ശുശ്രൂഷയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. അപ്പാ, ലോകവ്യാപകമായൊരു ഉണർവ് ഇന്ന് പകൽ ഉണ്ടാകട്ടെ. ദൈവജനം ആത്മാവിൽ ശക്തി പ്രാപിക്കട്ടെ. അനേക പാപികളുടെ മാനസാന്തരം ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. അനേകർ യേശുവുമായിട്ടുള്ള ആമേൻ ആ കണ്ടുമുട്ടലുകൾ ഉണ്ടാകട്ടെ. അനേകർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കട്ടെ. ഇന്നത്തെ പകൽ വലിയ ഉണർവുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ആമേൻ എല്ലായിടത്തും കർത്താവിൻ്റെ വിടുതൽ ഉണ്ടാകട്ടെ. വീട് പണി ആരംഭിച്ചു, പല പ്രവൃത്തികൾ ആരംഭിച്ചു, അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വഴിയിൽ തടഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവരിൽ ആരംഭിച്ച പ്രവൃത്തിയെ അങ്ങ് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. അങ്ങയെ ഉയർത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് വൈകിട്ടത്തെ ഓൺലൈൻ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗ് അനുഗ്രഹ സമ്പൂർണ്ണമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ. വലിയ ദൈവകൃപ ഇന്നത്തെ മീറ്റിംഗിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആമേൻ 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. ആമേൻ, തക്ക സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യണം. ആമേൻ, നമ്മളെ കർത്താവ് അസാധാരണമായിട്ട് അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടുകൂടെയും ആമേൻ പ്രതീക്ഷയോടുകൂടെയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നമുക്കൊരിക്കലും നഷ്ടമാകത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും വൈകിട്ടത്തെ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരും മിസ് ചെയ്യില്ല. പ്രാർത്ഥിച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും, കർത്താവ് എന്നെ തൊടും, കർത്താവിൻ്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യും. അങ്ങനെ പ്രതീക്ഷിച്ച് ആര് ജോയിൻ ചെയ്താലും അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 46-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് അവൻ ആഹാബിന് മുമ്പായി ഓടി എന്നുള്ളതാണ്. അപ്പം ആഹാബിന് മുമ്പേ ഓടി. ആഹാബ് രഥത്തിലാണ് പോകുന്നത്. ഏലിയാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ പാഷനും എല്ലാം ഉള്ള ഒരു സാധാരണ മനുഷ്യൻ എന്നാണ് ഏലിയാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏലിയാവിനെക്കുറിച്ച് പറയുക, ആ ഏലിയാവ് എന്ത് ചെയ്തു? ആമേൻ, ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ ഏലിയാവ് എന്താ ചെയ്തത്? ഏലിയാവ് അരമുറുക്കിയും കൊണ്ട് ഓടി. അവൻ രഥത്തിൻ്റെ മുമ്പാകെ ഓടുന്നത്. രഥത്തിന് മുമ്പേ ഓടി. രാജാവിൻ്റെ രഥമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ ലോകത്തിൽ തന്നെ ഭരണാധികാരികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മറ്റു ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കാളും എഫിഷ്യൻസി കൂടുതലാണ്, അതിന് കപ്പാസിറ്റി കൂടുതലാണ്, അതിന് സെക്യൂരിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെയാണ് പ്ലെയിൻ ആണെങ്കിൽ. പക്ഷേ ഇവിടെ രാജാവ് സഞ്ചരിക്കുന്ന രഥത്തിൻ്റെ മുൻപിലോടുവാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നു എന്നാണ് പറയുന്നത്. ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നപ്പോൾ അവൻ രാജാവ് ഓടുന്ന രഥത്തിനേക്കാളും വേഗത്തിൽ ഓടുക. ഏലിയാവ് സാധാരണ മനുഷ്യനാണ്. ഇതൊരു മാനുഷിക ശക്തിയിലല്ല ഓടുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ അവൻ മാനുഷിക ശക്തിക്കോ ഈ ലോകത്തിലെ മറ്റു പവറുകൾക്കോ ഒക്കെ അതീതമായി അതിനപ്പുറത്ത് ഓടുവാൻ ഏലിയാവിന് ശക്തി ലഭിച്ചു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: പരിശുദ്ധാത്മാവിനാൽ അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും. യേശു വെള്ളത്തിന് മുകളിൽ നടന്നു, യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, യേശു രോഗികളെ സൗഖ്യമാക്കി, യേശു അസാധാരണ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് പറയുക, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും ചെയ്യും. അതിൻ്റെ കൂടെ പറയുക, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലുത് ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകണം. യേശു പറഞ്ഞതുപോലെ എനിക്കും പ്രവർത്തിക്കണം. യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന ഒരു സാധാരണ വിശ്വാസിയാകാം, നിങ്ങളൊരു ദൈവദാസനാകാം, നിങ്ങൾ ആരുമായിക്കോട്ടെ. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി ദൂത് പറയുന്നത്. അവൻ നിങ്ങൾക്ക് സാധാരണക്കാരനായിട്ടിരിക്കാനല്ല ദൈവം വിളിച്ചത്, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നത് അസാധാരണ കാര്യങ്ങളെ ചെയ്യുവാൻ, ഇതുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ. ഇതുവരെ ആരും ആ രഥത്തിൻ്റെ മുമ്പാകെ ഓടിയിട്ടില്ല. ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഏലിയാവ് ഓടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല. ആമേൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കറിയാം, ഗിദിയൻ ധൈര്യമില്ലാത്തവനായിരുന്നു, എന്നാൽ ധൈര്യമുള്ളവനായി മാറി. ശിംശോൻ അസാധാരണ കാര്യങ്ങളെ ചെയ്തു. ദാവീദ് അസാധാരണ അത്ഭുതമായി മാറി. പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ആത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ വന്നപ്പോൾ പത്രോസ് വ്യത്യസ്തനായി മാറി. പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേരെ ആ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന സ്നാനത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെയും നിങ്ങളുടെയും വിളി വലുതാണ്. എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അസാധാരണ കാര്യങ്ങളെ ചെയ്യുവാൻ. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൽ അവൻ നിറയുവാൻ ആഗ്രഹിക്കുക, ആത്മാവിൽ ശക്തി പ്രാപിക്കുക, ആത്മാവിൻ്റെ ബലത്തോടുകൂടെ ഓടുക. അവൻ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അസാധാരണ കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യണം? പോയിന്റ് നമ്പർ 1, യേശു നിങ്ങളുടെ കർത്താവായിരിക്കണം. 2, നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായ ദാഹം ഉണ്ടാകണം. കർത്താവേ, ആമേൻ, അന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ, ആമേൻ, അഭിഷക്തന്മാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിലും വലുത് ഈ അന്ത്യകാലത്ത് ചെയ്യുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന ഭയങ്കര ആഗ്രഹവും ദാഹവും ഉണ്ടാകണം. 3, ആമേൻ, പരിശുദ്ധാത്മ ശക്തിയാൽ അവർ ചെയ്ത കാര്യങ്ങളെ കൂടുതൽ സമയങ്ങളിൽ ധ്യാനിക്കുക. യേശു ചെയ്തത് ധ്യാനിക്കുക, ദാവീദ് ചെയ്തത് ധ്യാനിക്കുക, ദാനിയേൽ ചെയ്തത് ധ്യാനിക്കുക. ആമേൻ, ആമേൻ. അതുകൂടാതെ ആമേൻ, ആമേൻ, വേദപുസ്തകത്തിൽ പറയാതെ വിശ്വാസത്തിൽ ആമേൻ നമ്മളെപ്പോലുള്ളവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമേൻ 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 ഓരോരുത്തർ ചെയ്ത
ചെയ്തത്, ബില്ലി ഗ്രഹാം ചെയ്തത്, സ്മിത്ത് വിഗിൽസ്വർത്ത് ചെയ്തത്, അങ്ങനെ ഓരോരുത്തർ ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ ചെയ്ത പ്രവൃത്തികളെ ധ്യാനിക്കുക. എന്നിട്ട് ആ ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറയുക, കർത്താവേ, ഇതിലും വലുത് ചെയ്യുവാൻ ഈ അന്ത്യകാലത്ത് കർത്താവ് എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് ഒന്നാമത് യേശു കർത്താവായിരിക്കണം. രണ്ടാമത് നമുക്കൊരു ദാഹം ഉണ്ടായിരിക്കണം. മൂന്നാമത് നമ്മൾ ഈ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ ഇവരൊക്കെ ചെയ്തതിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം. വചനത്തെ ഒബേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുള്ളൂ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ഈ ദിവസങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സാധാരണ കാര്യങ്ങളെ ചെയ്യുവാൻ, നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു ഉണർവിന് കാരണമായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആത്മശക്തിയിൽ നിറഞ്ഞ് അസാധാരണ കാര്യങ്ങളെ ചെയ്യുന്നവരായി തീരട്ടെ. അവർ അങ്ങേക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നവരായി തീരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഇവരിലൂടെ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇവരിലൂടെ വ്യാപരിക്കട്ടെ. ഇവർ ചെന്ന് നിൽക്കുന്നിടത്തൊക്കെ അസാധാരണ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പറ. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ ഭാരപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഒന്നുകൂടെ കരം ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.